പഴയ ചിന്നുവിൻ്റെ ചിരി, കുട്ടികളി ഒക്കെ പോയി. ആരാ എനിക്കറിയാം. ധൈര്യമായിട്ട് നിന്ന പോലെ നിൽക്ക്. വേറെ ആരും ധൈര്യം തരാനില്ല, ആരും കാണത്തില്ല. എന്തൊക്കെയായിരുന്നു തന്ന് കയറിയപ്പോ. ഇപ്പം മറിക്കും, എപ്പം മറിച്ച്. പണ്ടൊക്കെ കണ്ണാടി കണ്ടിരുന്ന് സംസാരിക്കുന്ന ഒരുപാട് മാറിപ്പോയി, ഒരുപാട് മാറിപ്പോയി. ധൈര്യം വന്നു. നിനക്ക് എന്ത് വന്നില്ലേലും നിനക്ക് ധൈര്യം വന്നു. കുറേ ജീവിതാനുഭവം ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന ഇത് നിനക്ക് സിമ്പിൾ ആയിരിക്കും നീ വിചാരിച്ച്. ഒന്നും നടന്നില്ലല്ലോ, അതിന്റെ ഇരട്ടി ഇവിടെ ഉണ്ടാക്കി. എൻ്റെ പൊന്ന്, ഇനി ഇതേത് കാലത്ത് തീർക്കും? വിഷമിക്കേണ്ട കാര്യമില്ല. വിഷമമുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഉറപ്പായും കുറേ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് നീ തന്നെ ആലോചിച്ച് നീ തന്നെ കണ്ടുപിടിക്കണം. വേറെ ആരും പറയുന്ന സാധനങ്ങൾ തലയ്ക്കകത്തെടുത്താൽ നിനക്ക് നിന്റെ സൊല്യൂഷൻ കിട്ടത്തില്ല. ഒരിക്കലും നിനക്ക് നിന്റെ സൊല്യൂഷൻ കിട്ടത്തില്ല. കാരണം ഇത് നീ വരുത്തി വെച്ച പല സാധനങ്ങളാണ്, അല്ലെങ്കിൽ നിന്റെ കുറേ സംശയങ്ങളാണ്. എല്ലാവരും പറഞ്ഞു തരുന്ന അവരവരുടെ കണ്ണിൽ കാണുന്ന ശരിയാ. നിനക്ക് എന്താണ് നിന്റെ കണ്ണിൽ ശരിയെന്ന് ചോദിച്ചാൽ ചിന്തിച്ചാലേ കിട്ടും. ഈ പ്രഷറെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ കിട്ടും. ഇവിടെ എല്ലാവരും ചോദിക്കുന്ന പോലെ ജാസ്മിൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടില്ലയോ, ജാസ്മിൻ അത് ചെയ്തില്ലേ, ജാസ്മിൻ ഇത് ചെയ്തില്ലേ, എന്ത് പറഞ്ഞാലും ഒരു കുറ്റപ്പെടുത്തൽ ജാസ്മിൻ എവിടെയെങ്കിലും നിനക്ക് കിട്ടും. അത് ഒരുപാട് ഉള്ളിലോട്ട് എടുക്കാതിരിക്കുക. എനിക്കറിയാം നീ പലപ്പോഴും ഉള്ളിലോട്ട് എടുക്കുന്നുണ്ട്. പലപ്പോഴും എടുത്തിട്ട് എന്ത് കാണിക്കാനോ, ഒന്നും കാണിക്കില്ല. അവര് പറഞ്ഞു, അവരത് കളഞ്ഞു. നീ അത് ഉള്ളിലിട്ട് നീറ്റി നിനക്ക് തന്നെ അത് വിറണോ. അതുകൊണ്ട് കളഞ്ഞേക്കുക. അങ്ങനത്തെ വിഷമങ്ങളൊന്നും എടുക്കാതിരിക്കുക. നിനക്കൊരു വിശ്വാസമുണ്ട്, നീ എന്തായിരുന്നു, നീ എങ്ങനെയാണ്, പണ്ട് എന്താണോ നീ അതൊക്കെ തന്നെ ഉള്ളു. ഇപ്പോഴും വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിന്റെ നല്ലത്, ചിരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയി മോളെ, അതെല്ലാം തിരിച്ചു കിട്ടാതെ എന്തായാലും ഇരിക്കത്തില്ല. ഉറപ്പായും തിരിച്ചൊക്കെ കിട്ടി. ഇവിടുന്ന് ഈ ഒരു ഒക്കെ ഇറങ്ങുമ്പം ഒക്കെ തിരിച്ചു കിട്ടും. എവിടെ കൊണ്ടിട്ടാലും നീ ജീവിക്കും. ഇനി എവിടെ പോയാൽ ഇൻഡിപെൻഡൻ്റായി ആരെ ആശ്രയിക്കാതെ നിൽക്കാൻ പഠിച്ചു. എന്നെ ഇന്നാൾ സ്നേഹിക്കാൻ വേണം, എനിക്ക് എൻ്റെ വിഷമം ഇന്നാൾ കേൾക്കാൻ വേണം, അങ്ങനൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇപ്പോൾ? ഇപ്പം ഇതാ ഈ ഒരു കണ്ണാടിയിൽ എന്തോ ഇപ്പം ഇതാ അങ്ങനെ നിന്നോ. വേറെ എനിക്കൊന്നും പറയാൻ ഒന്നും കിട്ടുന്നില്ല. വിധി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നു, ഇല്ലെങ്കിൽ പലവട്ടം പറഞ്ഞത് വരണ്ട. അപ്പൊ നിനക്ക് വരണം, അനുഭവിക്കും. എന്റെ പെൺ മെലിഞ്ഞ് എങ്ങനെ വന്നതാ. എന്തോരം ചിക്കനും മയോണൈസും ആയിരുന്നു, മൊത്തം ഉരുവി തീർന്നു. വിഷമിക്കാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എല്ലാവരും കാണും നിനക്ക്, നീ ആഗ്രഹിച്ച എല്ലാവരും കാണും. നിന്റെ കൂടെ ഇല്ലാത്തവർ നിന്നെ അത്രയും സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വിചാരിക്കും. എല്ലാവരും അരികില്ല. സോ ബി ഹാപ്പി, കൂൾ.
ഈ കുണവും വെച്ച് പുറത്തിറങ്ങി ജീവിക്കരുത്. ഒന്ന് പറഞ്ഞാലും ചിരിക്കാതെ മറ്റേ ഇല്ല ആറ്റിറ്റ്യൂഡ് പിടിച്ച് ഈ സ്വഭാവം പൊന്നു മോളെ ഇത് കളഞ്ഞേക്കണം. പണ്ടത്തെ പോലെ ചിരിക്കണം, പണ്ടത്തെ പോലെ സംസാരിക്കണം. എന്തൊരു പറഞ്ഞാലും ആ ഒരു സെൻസിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇതിൽ നീ പൊക്കോണം. ഇവിടെ നീ ഇല്ല മലയാളം പറയണമെന്നുള്ള രീതിയിലുള്ള അച്ചടി ഇതൊക്കെ വിട്ടേക്കണം. ഈ സാധനങ്ങളെല്ലാം ഇവിടെ കളഞ്ഞിട്ട് വേണം ഈ പടിയിൽ നിന്ന് പുറത്തിറങ്ങി പോവാൻ. എന്തായിരുന്നു നീ കയറി വന്നപ്പോൾ നിന്റെ ഉള്ളിലുണ്ടായിരുന്ന സന്തോഷം എന്തായിരുന്നു? ആ സന്തോഷം കൊണ്ടേ ഇറങ്ങി പോവാം. പുറത്ത് ഒരുപാട് പ്രശ്നം ചിലപ്പോൾ നിനക്കുണ്ടാവും. വിട്ടേക്കണം സാധനം മൊത്തവും വിട്ടേക്കണം. ഇപ്പൊ ഇവിടെ വന്നതായാലും നിനക്ക് നീ വിധിച്ചതാ. ഈ വിധി നിനക്ക് നീ വിധിച്ചതല്ലേ, വേറെ ആരും കൊണ്ടു തന്നെയൊന്നും അല്ലല്ലോ. നീയായിട്ട് തിരഞ്ഞെടുത്തതാ ബിഗ് ബോസിൽ വരണമെന്നാണെങ്കിലും എല്ലാ കാര്യങ്ങളും നീ ആയിട്ട്. അപ്പം മുന്നോട്ടുള്ള സാധനം ഫേസ് ചെയ്യാൻ റെഡി ആയിക്കോണം. അതില് തലേ കയറ്റാതെ കൂളായി സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക.